ഒന്ന്, റുക്കൂയിലേക്കുള്ള കുനിയൽ മറ്റു ഉദ്ദേശത്തിനാവാതിരിക്കൽ ഡാഷ് വാജിബാണ്. റുക്കൂയിലേക്കുള്ള കുനിയൽ മറ്റു ഉദ്ദേശത്തിനാവാതിരിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. 2, അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഡാഷ് അവസാന അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. 3, സുജൂദുകൾക്കിടയിലെ ഇരുത്തവും ഇഅ്തിദാലും ഖസീറായ ഡാഷ് സുജൂദുകൾക്കിടയിലെ ഇരുത്തവും ഇഅ്തിദാലും ഖസീറായ ഫർളുകളാണ്. ചിലപ്പോൾ ഈ ചോദ്യം എന്ത് ചെയ്യും, ഈ പറഞ്ഞത് ചോദ്യമായിട്ട് വരും. ഖസീറായ ഫർളുകൾ ഏതൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, അത് പഠിച്ചു വെക്കണം. സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തവും അതുപോലെ ഇഅ്തിദാലും, ഇതാണ് 2 ചെറിയ ഫർളുകൾ, ഖസീറായ ഫർളുകൾ എന്ന് പറയാം. 5, നിഫാസ് കൂടിയാൽ ഡാഷ് 60 ദിവസം. 5, ഹൈള് ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം. ഹൈള് ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം 9 ചന്ദ്രവർഷം. ഇനി 6, നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് ഡാഷ് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരെന്താ, മുത്തനജ്ജിസ്. ഇനി അടുത്ത പ്രവർത്തനമാണ് 2 എണ്ണം വീതം എഴുതാം. ചോദ്യത്തിന് ഈ 2 ഉദാഹരണം എഴുതി കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ക്വിസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഖ്ഹിൻ്റെ അധിക ചാപ്റ്ററും ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെയ്ത് വെച്ചതുമുണ്ട്. ഇനി എടുക്കാനുള്ള ചാപ്റ്ററുകൾ അത് കിട്ടാത്തവരെന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഓഫായിരിക്കും, എങ്കിലും എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് വിട്ടുതരണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യുക, ക്വിസ് എഴുതി വിട്ടാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് വിട്ടുതരും കേട്ടോ. ഇനി 2 എണ്ണം എഴുതാനാണ്. ഒന്ന് അൽ അഹ്കാമു ശറഇയ്യ. അഹ്കാമു ശറഇയ്യ 5 എണ്ണം ഉണ്ട്. അതിൽ ഈ 2 എണ്ണം എഴുതാനാണ്. വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ. ഇനി 2, നിസ്കാരത്തിൽ കൈ രണ്ടും ഉയർത്തൽ സുന്നത്തായ സമയം. നിസ്കാരത്തിൽ നൃത്തത്തിലാണെങ്കിൽ കൈ രണ്ടും ഉയർത്തൽ സുന്നത്തായ സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. 3 സന്ദർഭങ്ങൾ. 1, റുക്കൂയിലേക്ക് കുനിയുമ്പോൾ. 2, അതിൽ നിന്ന് ഉയരുമ്പോൾ, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ. പിന്നെ 1-ാമത്തെ തശഹൂദിൽ നിന്ന് ഉയരുമ്പോഴും. ഈ 3 സമയങ്ങളിലും കൈ ഉയർത്തൽ സുന്നത്താണ്. ഇത് ചിലപ്പോൾ ചോദ്യം വരാട്ടോ, ശ്രദ്ധിക്കുക. 3, ഫാത്തിഹയിൽ സൂക്ഷിച്ചു ഓതൽ നിർബന്ധമായവ. ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിച്ചു ഓതൽ നിർബന്ധമായത് എന്തൊക്കെയാണ്? പാഠഭാഗത്ത് പറയുന്നുണ്ട്. 12-ാമത്തെ പാഠത്തിൽ മദ്ദുകൾ, ഷദ്ദുകൾ, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത്, ഇതൊക്കെ സൂക്ഷിച്ചു ഓതണ്ട. 4, സുജൂദിൽ നിലത്തുവെക്കൽ നിർബന്ധമായ അവയവങ്ങൾ ഏതൊക്കെയാണ്? സുജൂദിൽ 2 കാൽമുട്ടുകൾ, അതുപോലെ 2 മുൻകൈയുടെ പള്ള, നെറ്റി, 2 കാൽവിരലുകളുടെ പള്ള, ഇവയൊക്കെ നിലത്തുവെക്കൽ വാജിബാണ്, നിർബന്ധമായതാണ്. ചിലപ്പോൾ പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കും, സുജൂദിൽ നിലത്തുവെക്കൽ സുന്നത്തുള്ളത് എന്ത്? അത് മൂക്കാണ്. മൂക്ക് നിലത്തുവെക്കൽ സുന്നത്താണ്. ഇനി അടുത്ത പ്രവർത്തനം തെറ്റ് ശരിയാക്കി എഴുതാം. 1, സുബ്ഹാന റബ്ബിയൽ അഹ്ല വബിഹംദിഹി. തെറ്റാണ്. സുബ്ഹാന ഹ ആണ് വേണ്ടത്. അതുപോലെ റബ്ബിയൽ അഅ്ല എന്നാണ് വേണ്ടത്. അവിടെ അഹ്ല എന്ന് എഴുതിയിട്ടുള്ളത്. ഹ ഇന് പകരം ഐനാണ്. അതുപോലെ വബിഹംദിഹി എന്നാണ് വേണ്ടത്. ഇവിടെ
ഐന കൊടുത്തിട്ടുള്ളത്. അംദിഹി എന്നാണ്. തെറ്റാണ്. ഹംദിഹി എന്നാണ്. 2 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇവിടെ ലാ ഹൗല ഹാഇന് പകരം ഹ ആണ് വേണ്ടത്. അതുപോലെ വലാ ഖുവത എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഖോഫാണ് വേണ്ടത്, ഖുവത. അതുപോലെ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഐനിന് പകരം ഹ ആണ് കൊടുത്തിട്ടുള്ളത്. ഹലീം, അത് തെറ്റാണ്. അലീം. 3 തയമ്മും സ്വഹീഹാകാൻ 3 ഷർത്തുകളുണ്ട്. അത് തെറ്റാണ്. തയമ്മും സ്വഹീഹാകാൻ 4 ഷർത്തുകളുണ്ട്. ഇനി അപ്പോൾ തയമ്മുമിൻ്റെ ഷർത്തും പഠിച്ചു വെക്കുക, ഫർളും പഠിച്ചു വെക്കുക. ചിലപ്പോൾ അതൊന്നായിരിക്കും ഈ 2 വീതം ഉദാഹരണം എഴുതാൻ വരിക. ഉത്തരം എഴുതാം. 1 അസ്സലാത്ത ജാമിഅ എന്ന് വിളിക്കൽ സുന്നത്താണ്. എന്തിന്? അസ്സലാത്ത ജാമിഅ എന്ന് വിളിക്കൽ സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന്. തറാവീഹ് സുന്നത്ത് നിസ്കാരമാണ്. അത് ജമാഅത്തായിട്ട് നിസ്കരിക്കലും സുന്നത്താണ്. അങ്ങനെയുള്ള നിസ്കാരങ്ങൾക്ക്, പെരുന്നാൾ നിസ്കാരം, ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾക്കൊക്കെ അസ്സലാത്ത ജാമിഅ എന്ന് വിളിച്ചു പറയൽ സുന്നത്താണ്. 2 ഫാത്തിഹയിൽ കാരണമില്ലാതെ ദീർഘമായി മൗനം പാലിച്ചാൽ നിർബന്ധമാണ്. എന്ത്? ഫാത്തിഹൻ്റെ ഇടയിൽ ദീർഘമായി മൗനം പാലിച്ചാൽ നിർബന്ധമുള്ള എന്താ? ഫാത്തിഹ മടക്കി ഓതൽ നിർബന്ധമാണ്. 3 സർവനാശം എന്ന് ഖുർആൻ പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? സർവനാശവും എന്ന് ഖുർആൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അതൊക്കെ നമുക്ക് 2ാമത്തെ പാഠത്തിൽ കാണാൻ കഴിയും കേട്ടോ. 2ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്, നിസ്കാരം സമയം വിട്ടു പിന്തിരിക്കുന്നവർക്കാണ് സർവനാശമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 4 സുബ്ഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഓതണം. ഇതിന് ഹദീസിൽ വന്ന തെളിവ് എന്താണെന്ന്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെളിവ് ചോദിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ അറബി മലയാളം എഴുതി വെക്കരുത്. അതിൻ്റെ അറബി തന്നെ എഴുതണം, ഹദീസ് തന്നെ എഴുതണം. അല്ലാതെ അർത്ഥം എഴുതിക്കൊണ്ട് മാർക്ക് കിട്ടൂല. അത് നമ്മളെ ഈത്തിദാലിൻ്റെ പാഠത്തിലാണ് പറയുന്നത് കേട്ടോ. റുക്കുവും ഈത്തിദാലൊക്കെ ഉണ്ടല്ലോ, അതിലാണ് പറയുന്നത്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാല യഖൂനുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ. 13ാമത്തെ പാഠത്തിൽ തദ്രീബാത്തിൻ്റെ ഭാഗത്തുണ്ട് ലാസ്റ്റ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാല യഖൂനുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ. അതിൻ്റെ അർത്ഥമാണ് 13ാമത്തെ പാഠത്തിലെ ലാസ്റ്റ് പാരഗ്രാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ വിട്ടുപിരിയുന്നത് വരെ സുബ്ഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നവരായിരുന്നു. തെളിവ് ചോദിച്ചാൽ അറബി എഴുതി കൊടുക്കണ്ട കേട്ടോ, ശ്രദ്ധിക്കുക. 5ാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാത്തതിൽ വിട്ടുവീഴ്ചയുണ്ട് ആർക്ക്? നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതിൽ വിട്ടുവീഴ്ചയുള്ളത് ആർക്കാണ്? ഉത്തരം ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവർക്ക്. അവർക്കൊരു പേരുണ്ട്, മസ്ബൂക്ക് എന്ന്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫാത്തിഹയ്ക്ക് വിട്ടുവീഴ്ചയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫിഖിൻ്റെ മോഡൽ ചോദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.